നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്ന മറിയക്കുട്ടിയെ പരിഹസിച്ച് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു പാർട്ടി വീട് നിർമ്മിച്ചു നൽകി. വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച വീണു. ആ പൂച്ചയെ എടുക്കാൻ വേറൊരു പാർട്ടി വന്നു. ഒടുക്കം വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്നു എന്നതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം. ഒരാളുടെ ദയനീയത ഏറ്റെടുത്തുകൊണ്ട് കേരള മനസാക്ഷിയെ മുഴുവൻ തങ്ങളുടെ ചിഹ്നത്തിലേക്ക് വോട്ടുകുത്താൻ ചേർക്കാമെന്ന കോൺഗ്രസിന്റെ വിശ്വാസത്തിനേറ്റ കനത്ത അടിയായി മറിയയുടെ മറുകണ്ഠം ചാടൽ. രാഷ്ട്രീയ നേതാക്കന്മാർ കാലങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന പാർട്ടി ഉപേക്ഷിച്ച് ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുൻപ് മറ്റൊരു പാർട്ടിയുടെ കൊടിയും പിടിച്ചു നിൽക്കുന്ന കേരളത്തിൽ ജീവിക്കാൻ വേണ്ടി വിധിയോട് സന്ധിയില്ലാ സമരം ചെയ്യുന്ന മറിയക്കുട്ടി പാർട്ടി മാറിയതിൽ വലിയ അതിശയമൊന്നും പറയാനില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കഴിഞ്ഞ ദിവസമാണ് ബിജെപി അംഗത്വമെടുത്തത്. തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ വെച്ച് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് ബിജെപി അറിയിച്ചിരുന്നു. വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടി എത്തിയത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ സ്വീകരിച്ചു. നേരത്തെ കെപിസിസി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. കോൺഗ്രസും സിപിഎമ്മും ശരിയല്ലാത്തത് കൊണ്ടാണ് ബിജെപിയിൽ അംഗത്വം എടുത്തതെന്ന് മറിയക്കുട്ടി പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബിജെപിയിൽ ചേർന്നത്. തനിക്ക് സഹായം ചെയ്യുന്നവരോടൊപ്പം നിൽക്കും. കേരളത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നും മറിയക്കുട്ടി പറഞ്ഞു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പരസ്യമായി ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതിനെ പിന്തുണച്ച് കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് കെപിസിസി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കെ സുധാകരൻ എന്ന മുതിർന്ന നേതാവിനെ എടുത്ത് ക്ലാവു പിടിച്ച വിളക്കുപോലെ മാറ്റിവെച്ച കോൺഗ്രസുകാർ പിന്നെ പൊതുജനം എങ്ങനെ ഇവരെ വിശ്വസിക്കും? പാലം കടക്കുവരെ നാരായണ പിന്നെ കൂരായണ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതിനെ അന്വർത്ഥമാക്കും വിധമായി പോയി മറിയക്കുട്ടിയുടെ ഈ പ്രവൃത്തി. എങ്കിലും കെപിസിസി അധ്യക്ഷന്റെ ആക്ഷേപം ഒരൽപ്പം അതിരുവിട്ടുപോയി എന്ന് പറയാതെ വയ്യ. കേരളത്തിന്റെ അടുത്ത ഭരണം പിടിക്കാൻ കച്ചകെട്ടി പുറപ്പെട്ട ആളാണ് സണ്ണി ജോസഫ്. അതിനുവേണ്ടി മുതിർന്ന നേതാവ് കെ സുധാകരനെ എനിക്കിപ്പോൾ ഇറങ്ങിപ്പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും പുറത്താക്കി സണ്ണിയെ ആ സ്ഥാനത്ത് അവരോധിച്ചതാണ്. സണ്ണി കയറിയ അന്നു മുതൽ ഇത്തരം മുട്ടൻ പണിയും നാണക്കേടുമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്നത് പരിതാപകരം തന്നെയാണ്. സുധാകരൻ ഇപ്പോഴും മന്ത്രി കസേര മോഹിപ്പിച്ചാണ് തന്നെ പുറത്തിരിക്കുന്നത് എന്നും മന്ത്രി കസേര കാണുമ്പോൾ കോൺഗ്രസുകാർ തനി രാഷ്ട്രീയക്കാരുടെ സ്വഭാവം കാണിച്ചാൽ താൻ ഇടയുമെന്നും പരോക്ഷ സൂചന കൊടുത്തിട്ടുണ്ട്. മന്ത്രി കസേര മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി സുധാകരന് മാറുമെങ്കിൽ ഉറപ്പായും മറിയ ഇപ്പോൾ ചെയ്തത് കോൺഗ്രസിനൊരു ട്രയൽ പഠിക്കാനുള്ള സാഹചര്യമാണെന്ന് കരുതിയാൽ മതി. സുധാകരനെ ഇനിയും പറ്റിച്ചാൽ മറിയ പറഞ്ഞതിലും വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് നേരിടേണ്ടി വരും. കോൺഗ്രസിന്റെ ചരിത്രമറിയുന്ന വിഷപ്പാമ്പിനെയാണ് നോവിച്ചു വിടുന്നതെന്നുകൂടി കോൺഗ്രസുകാർ ഓർത്തുവെച്ചാൽ നല്ലത്. മറിയ കോൺഗ്രസിന്റെ ഉൾപ്പെടെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ കുതുകാൽ വെട്ടും സ്വാർത്ഥ ലക്ഷ്യങ്ങളും അറിയുന്ന ആയിരക്കണക്കിന് വോട്ടർമാരിൽ ഒരാൾ മാത്രമാണ്. നേതാക്കന്മാർക്ക് വോട്ടാണ് പ്രശ്നമെങ്കിൽ പൊതുജനം വോട്ടു തരാമെന്ന് മോഹിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പഠിച്ചത് ജനപ്രതിനിധികളെ കണ്ടുതന്നെയാണ്.